എണ്ണ നന്നായി ചൂടായാൽ 10-12 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് വെന്ത് എന്ന് വന്നാൽ നമുക്കിത് എടുത്ത് മാറ്റാം. ഇത്രയും മതി. ഇനി നമുക്ക് കോരി മാറ്റാം. മൊത്തത്തിൽ അങ്ങനെ കോരി മാറ്റണം. ഇനി അതേ എണ്ണയിലേക്ക് 2-3 ചുവന്ന മുളകില്ലേ അതുകൂടി ഇട്ട് കൊടുക്കാം. നെട്ടൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് അതും എടുത്ത് മാറ്റാം. ഇനി ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ചുവന്ന മുളക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ വിനീഗർ ഇല്ലേ സിർക്ക അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ക്രഷാക്കി എടുക്കണം. ഇതേപോലെ ക്രഷാക്കി എടുക്കണേ. ഒരു 5 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തിയാണ്. അത് ഇതുപോലെ കീറിട്ട് കൊടുക്കണം. നേരെ പകുതിയാക്കിയിട്ട് കട്ടാക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ഇതിൽ നിന്ന് ഓരോ ടീസ്പൂൺ എടുത്തിട്ട് നിറച്ച് കൊടുക്കാം. ഒരു മുട്ടയിൽ നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ. മറ്റേ മുട്ട ഒട്ടിച്ച് കൊടുക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ 5 എണ്ണത്തിൽ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി 5 എണ്ണം കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. മുട്ട പുഴുങ്ങിയത് കഴിക്കാത്തവർ പോലും കഴിച്ചോളും. അത്രയും ടേസ്റ്റാണ്. ട്രൈ ചെയ്യാൻ എന്തായാലും മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.